അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ഓരോ സെക്കൻഡുകളും പ്രതിഫലം നിറഞ്ഞ റബ്ബിന് പൊരുത്തപ്പെടുന്ന സമയങ്ങളാക്കി തരട്ടെ. ഇന്ന് റജബ് 10 റജബ് 10 ഓർമ്മകൾ, ആത്മീയ ചക്രവാളത്തിലെ സൂര്യ തേജസ്സായി ഒരുപാട് ആളുകൾക്ക് ആത്മീയ വഴി തെളിയിച്ചു കൊടുത്ത മഹാനായ കണ്യാല മൗല നവ്വറല്ലാഹു മർക്കദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനവരുകളുടെ ഓർമ്മകളെ അയവിറക്കുന്ന ഒരു ദിവസം കൂടെയാണ്. അവരുടെ വഫാത്ത് നടന്ന ദിവസമാണ്. അള്ളാഹുവേ, ആ പ്രിയപ്പെട്ട മഹാനുഭാവൻ്റെ കൂടെ നാളെ സ്വർഗലോകത്ത് ഞങ്ങൾക്ക് ഉന്നത പദവി നൽകണേ അല്ലാഹ്. ആ മഹാൻ്റെ പൊരുത്തവും ആ മഹാൻ്റെ ബർക്കത്തും ആ മഹാനെ സ്നേഹിച്ചത് കൊണ്ട് ഞങ്ങൾക്കും നീ നല്ല വഴി ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. മഹാനായ കണ്യാല മൗല വലിയ പണ്ഡിതനായിരുന്നു, വലിയ മഹാനായിരുന്നു. എത്ര അവരെക്കുറിച്ച് പറഞ്ഞാലും തീരാത്ത അത്ര വലിയ നന്മകളുടെയും വിശാലമായ കാഴ്ചപ്പാടിൻ്റെയും ആത്മീയമായ വഴിയിൽ ഒരുപാട് ആളുകൾക്ക് ശക്തി പകർന്ന മഹാനാണ് കണ്യാല മൗലാന നവ്വറല്ലാഹു മർക്കദഹു. അവരെ പേര് കണ്യാല അബ്ദുള്ള ഹാജി എന്നും ആളുകൾ വിളിക്കും. വലിയ പണ്ഡിതന്മാരുൾപ്പെടെ വലിയ ആളുകൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരൊക്കെ ആ കണ്യാല മൗലയുടെ ശിഷ്യഗണങ്ങളിൽ പെടുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മഹാനവരുകളുടെ പദവിയും ഉയർച്ചയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അത് തന്നെ വലിയൊരു ദൃഷ്ടാന്തമാണ്. കണ്യാല മൗല ജീവിച്ച കാലത്തൊക്കെയും ആ മഹാനുഭാവൻ ആളുകൾക്ക് പകർന്നു കൊടുത്ത ഒരു മഹത്തായ സന്ദേശമുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുവാൻ വേണ്ടി ത്യാഗം ചെയ്യുക, ദിക്റിലും തസ്ബീഹിലും ഇബാദത്തിലും നല്ല ചിന്തയിലും നിലകൊള്ളുകയും നല്ലവരോടൊപ്പം അണിനിരക്കുകയും ചെയ്യുവാനുള്ള മഹത്തായ സന്ദേശമാണ് മഹാനവറുകൾ നമുക്ക് തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞൊരായത്ത് ഖുർആനിൽ കാണാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ തഖ്വ ചെയ്യുക. വകൂനൂ മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരോടുകൂടെ ആവുകയും ചെയ്യുക. ഈ ഒരു സന്ദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യന്മാരാണ് സത്യസന്ധർ, സത്യവാന്മാർ, സിദ്ദീഖുകൾ. അവരുടെ നേതാവ് മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ മാർഗത്തിലായി ഒരാൾക്ക് ജീവിച്ചു മരിക്കാൻ സാധിച്ചാൽ തന്നെ അയാൾ സ്വർഗത്തിൻ്റെ അർഹനാണ്, സ്വർഗാവകാശിയാണ്. ആ ഒരു മേഖലയിൽ ജീവിച്ച മഹാനാണ് മഹാനായ കണ്യാല മൗല. അദ്ദേഹം മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്
പെരിന്തൽമണ്ണക്കടുത്ത പട്ടിക്കാട് കണ്യാലയിലെ സ്വദേശത്ത് തന്നെ ഒരു പള്ളിയുടെ അടുത്താണ്. അവരുടെ ജീവിതം, അവർ കാണിച്ച അത്ഭുതങ്ങൾ, അവരെക്കുറിച്ച് മനസ്സിലാക്കിയവർക്ക് മാത്രമേ അവരോട് അടുക്കാൻ സാധിക്കൂ. അവരെക്കുറിച്ച് അവരിൽ നിന്നും അവരുടെ ശിഷ്യന്മാരിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ, പരിചയപ്പെടാൻ സാധിച്ച ആളുകൾക്ക് അവരോട് വലിയ മഹബത്തായിരിക്കും. അല്ലാത്തവരോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അവരുടെ ജീവിതം സാധാരണക്കാരെ പോലെ ജീവിച്ചു. എന്നാലോ വലിയ പണ്ഡിതനാണ്, വലിയ അറിവുള്ള മഹാനാണ്, വലിയ ഉസ്താദുമാരിൽ നിന്ന് അറിവ് സ്വീകരിച്ച മഹാനാണ്. അങ്ങനെയൊക്കെ ആകുമ്പോഴും ആത്മീയ മേഖലയിൽ വലിയ പദവി അവർ നേടിയപ്പോഴും അവരെ സാധാരണ ഒരു വേഷത്തിൽ അവർ സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്തു. ആളെ കൂട്ടാനോ അല്ലെങ്കിൽ തൻ്റെ മഹത്വം ആളുകളോട് പറഞ്ഞിട്ട് ഒരാളെയും വശീകരിച്ച് കൊണ്ടുവരാനുള്ള ഒരു വിദ്യയും തന്ത്രവും അവർ ചെയ്തിട്ടില്ല. അടുക്കണമെന്ന് തോന്നുന്ന ആളുകൾ, അവർക്ക് അടുക്കണമെന്നത് അവരുടെ മനസ്സിൽ അത്യാവശ്യമായി തോന്നുമ്പോൾ മാത്രം അടുക്കാൻ കഴിയുന്ന മഹാൻ. ഇങ്ങനെ പരസ്യം കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ആളുകളെ വശീകരിക്കുന്ന രീതിയൊന്നും മഹാനായ മൗലയിൽ നിന്ന് നമുക്ക് കാണാൻ സാധ്യമല്ല. മൗല ജീവിച്ചു, അത് അള്ളാഹുവിൻ്റെ ആ ഒരു ഈമാനികമായ ലസ്സത്ത് ശരിക്കും മനസ്സിലാക്കി ജീവിച്ചു. ആൾക്കൂട്ടത്തിൽ ഉണ്ടാകും ചിലപ്പോൾ, പക്ഷേ ആളുകളെ വശീകരിക്കാൻ താല്പര്യം കാണിച്ചില്ല. കുറേ ആളുകൾ തൻ്റെ അടുക്കൽ ഉണ്ടാകണമെന്നുള്ള ഒരു ചിന്തയും ഇല്ല. ഏകാന്തത ഇഷ്ടപ്പെട്ടു. അള്ളാഹുവുമായുള്ള ആ ഒരു ബന്ധം, ആ ഒരു ആരാധനയിലുള്ള ആ ഒരു രസം, അതിനുവേണ്ടി സമയങ്ങളെ നീക്കി വെച്ചു. അള്ളാഹു അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ആമീൻ. ഞാൻ പഠിച്ച ജാമിഅ നൂരിയ അറബിക് കോളേജുമായി വലിയ ബന്ധം സ്ഥാപിച്ച മഹാനായ കണ്യാല മൗല. എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ വിശദീകരിക്കുന്നത്. ജാമിഅ സമ്മേളനത്തിൻ്റെ ആദ്യത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. അന്ന് വെള്ളിയാഴ്ചയാണ് തുടങ്ങുന്നത്. അസറിന് പതാക ഉയർത്തി, സിയാറത്ത് കഴിഞ്ഞ് പതാക ഉയർത്തി, പിന്നീട് ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ്. അന്ന് ജാമിയയുടെ സെക്രട്ടറി മഹാനായ PVS മുസ്തഫ പൂക്കോയത്തങ്ങളാണ്. നവറുല്ലാഹു മർക്കദു, അള്ളാഹുവിടെ പരലോകം സന്തോഷമായി കൊടുക്കട്ടെ. PVS മുസ്തഫ പൂക്കോയത്തങ്ങൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഇരുന്നിട്ടാണ് സ്വാഗത ഭാഷണം നടത്തുന്നത്. പ്രായമായിട്ട് നിൽക്കാൻ കഴിയാതെ മഹാനവറുകളിങ്ങനെ ജാമ്യയുടെ ആ ഒരു അവസ്ഥ പറയാണ്. 500-ലടുത്ത് കുട്ടികൾ ഇപ്പോൾ ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെറും ബിരുദം വാങ്ങാൻ വേണ്ടി വന്ന കുട്ടികളാണ്. 2 കൊല്ലത്തിന് പഠിക്കാൻ വന്ന കുട്ടികൾ. ഏതാനും കുട്ടികൾ 3 കൊല്ലത്തിനുണ്ടാവും. മിക്കവാറും കുട്ടികൾ 2 കൊല്ലത്തിന് വരുന്നവർ, മുത്തവൽ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ വരുന്നവർ, ദർസുകളിൽ നിന്ന് കോളേജുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് മൗലവി ഫാദിൽ ഫൈസി എന്നുള്ള ആ സർട്ടിഫിക്കറ്റ്, ആ സനദ് സ്വീകരിക്കുന്നതിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ. അങ്ങനത്തെ കുട്ടികൾ 500-ൻ്റെ അടുത്തെത്തി. ഇന്ന് നമുക്ക് വലിയ ചെലവ് ഉണ്ട് സ്ഥാപനത്തിന്. കുട്ടികളുടെ ഭക്ഷണം, മറ്റു കാര്യങ്ങൾക്കൊക്കെ വലിയ ചെലവ് വരുന്നുണ്ട്. ബാഫഗീതങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയൊക്കെ ആഗ്രഹമായിരുന്നു 500 കുട്ടികളെ ജാമ്യയിൽ പഠിപ്പിക്കുക എന്നുള്ളത്. അത് വലിയൊരു താല്പര്യമായിരുന്നു അവരുടേത്. അവർക്കന്ന് കാണാൻ പോയി സാധിച്ചില്ല. പക്ഷേ ഇന്ന് അവരാത്മാവിന് സന്തോഷം പകരുന്നൊരവസ്ഥയിൽ ഇന്നാണ് കുട്ടികൾ, ഇന്നും 1000-ത്തിലധികം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്.
അങ്ങനെ മുസ്തഫ പൂക്കോയ തങ്ങൾ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഒരു പച്ച തലപ്പാവ് ധരിച്ച അല്ലെങ്കിൽ കറുപ്പ് തലപ്പാവ് ധരിച്ച, ഓർമ്മ എത്രത്തോളം അങ്ങോട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും മാനവர்கள் ഒരു വടിയൊക്കെ പിടിച്ച് അങ്ങനെ കറുത്ത കുപ്പായൊക്കെ ഇട്ട് അങ്ങനെ വരുന്നുണ്ട്. സ്റ്റേജിൽ കയറി ഉടൻ ഒരു 5000 രൂപ മുസ്തഫ പൂക്കോയ തങ്ങളെ കയ്യിലേൽപ്പിച്ചു. ഞാനാദ്യമായിട്ടാണ് മൗലായെ അന്ന് കാണുന്നത്. മുസ്തഫ പൂക്കോയ തങ്ങൾ പറഞ്ഞു, നമ്മളെ കമ്മിറ്റി മെമ്പർ കൂടിയായ അബ്ദുള്ള ഹാജി 5000 രൂപ നമ്മളെ സ്ഥാപനത്തിലേക്ക് കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം പറഞ്ഞപ്പോഴാണ് ഇതാണ് കണ്യാല അബ്ദുള്ള ഹാജി എന്ന് നമ്മൾ കാണുന്നത്. നോക്കൂ, അവരുടെ ആ ഒരു വരവ്, അവരെ കൃത്യസമയത്ത് വരിക, സംഭാവന അർപ്പിക്കുക, ഇങ്ങനെ ജാമ്യയുമായി വലിയ ബന്ധം സ്ഥാപിച്ച ആളാണ് മഹാനായ മൗല നവ്വറല്ലാഹു മർക്കദു. അവരെ കൈകൊണ്ട് ജാമ്യയിൽ വെള്ള ക്ഷാമം നേരിടുന്ന കാലഘട്ടങ്ങളിലൊക്കെ വലിയ പ്രയാസങ്ങളാണ് അനുഭവപ്പെടാറുള്ളത്. അതിന് പരിഹാരമെന്നോണം ജാമ്യയിലെ കുട്ടികൾക്ക് കുടിക്കാനും മറ്റു ആവശ്യത്തിനു വേണ്ടി വെള്ളം ഇന്ന് സുലഭമായി ലഭിക്കുന്ന ഒരു വെള്ളം മഹാനായ മൗല റഹ്മത്തു നവ്വറല്ലാഹു മർക്കദു അവരുടെ കൈകൊണ്ട് കുറ്റിയടിച്ച, അവരെ ചെലവിൽ കുഴിച്ച കൊയൽക്കിണറിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു കയ്യിൻ്റെ ഒരു ബർക്കത്ത് എത്രമാത്രം വലുതാണ്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുടെ ഒരുപാട് നീണ്ട അധ്യായങ്ങൾ രചിക്കപ്പെടാൻ മാത്രം വലിയ ആത്മീയ ഔന്നിത്യത്തിലേക്ക് ഉയർന്ന ഉന്നത ശ്രേഷ്ഠനായ സൂഫി വൈദ്യനാണ് മഹാനായ കണ്യാല മൗലാ നവ്വറല്ലാഹു മർക്കദു. ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവർ അള്ളാഹിനെ ഭയപ്പെട്ടപ്പോൾ അള്ളാഹു അവരെ സ്നേഹിക്കുകയും എല്ലാ സൃഷ്ടിജാലങ്ങളും അവരെ ഭയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അള്ളാഹുവിനെ ആരെങ്കിലും ഭയപ്പെട്ടാൽ അവനെ എല്ലാവരും ഭയപ്പെടും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതുകൊണ്ട് അവരെ നമുക്ക് സ്നേഹിക്കാം, ബഹുമാനിക്കാം, അവരോടൊപ്പം നമുക്ക് കൂടാം, അവരുടെ പാത നമുക്ക് പിന്തുടരാം. അതാവട്ടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. നേരായ മാർഗം ഏതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗം. അതാണ് ദീനിൻ്റെ മാർഗം, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ, അതാണ് ഔലിയാക്കളുടെ മാർഗം, അതാണ് സച്ചരിതരുടെ മാർഗം. മുൻഗാമികൾ മുഴുവനും സഞ്ചരിച്ചത് ഈ ഒരു മാർഗത്തിൽ തന്നെയാണ്. ആ വഴിയെയാണ് നമ്മളും സഞ്ചരിക്കുന്നത്. അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും കേൾക്കുക, ദുആ ചെയ്യുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.